എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ 1-ാം തീയതി ആണല്ലേ. 1-ാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിലേക്ക് വരാണ്ട് ഒരു നിക്കക്കള്ളി ഉണ്ടാവില്ല. എത്ര പൊങ്ങി നടന്നാലും 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ പൊങ്ങുന്നുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല ഉഷാറായിട്ടൊരു പുതിയ തുടക്കത്തിൽ നല്ല ഉഷാറൻ വീഡിയോ ആണ്. നല്ലൊരു മോട്ടിവേഷൻ ആണോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്, അത് വേറെ കാര്യം. എന്നാലും നല്ലൊരു മോട്ടിവേഷനും ഇന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ എന്തായാലും നല്ല ഉഷാറൻ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ഇപ്പം മെയിനായിട്ടുള്ള എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും തോണ്ടി കുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ നേരം ഫോണും തോണ്ടി ഇരുന്ന് ചോറൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇതാ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാനായപ്പോൾ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടതാണ്. ഒരു 5-10 മിനിറ്റോടെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിടും. അപ്പോഴത്തേക്ക് ഇതാ നല്ല കോരി ചൊരിയണ മഴ അങ്ങോട്ട് പെയ്തിക്കണേ. അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോണ സമയത്തും സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്ത് മഴക്കൊരു കളിയാക്കൽ പണ്ടേ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയം നോക്കി തന്നെ ആ ഒരു പതിവ് മഴ തെറ്റിച്ചിട്ടില്ല. മഴ നല്ലോണം കോരി ചൊരിയുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഈ മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. മഴേൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സംഗതി ആയിരിക്കും അല്ലേ മടി എന്ന് പറയണത്. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചായിരിക്കും കേട്ടോ. ചില ആൾക്കാർക്ക് മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു മൂഡൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും. എന്തെങ്കിലും ക്രാഫ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലീനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാനായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവാം. അപ്പോൾ ഇന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ് കേട്ടോ. മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ മെല്ലെ എവിടെയെങ്കിലും ചുരുട്ടുകൂടി കോഴിക്ക് തൂക്കിൽ പിടിച്ച പോലെ കുത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇപ്പം നേരെ തല തിരിച്ചയക്കണേ. അപ്പോൾ ഈ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ട് കുത്തിരുന്നപ്പോഴാണ് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു പണിയാണ് മഴയും ക്ലീനിങ്ങും എനിക്ക് ചില സമയം ഇഷ്ടമാണ് കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് നല്ല ക്ലീനിങ് ഒക്കെ, ഒരു കട്ടനൊക്കെ അടിച്ച് അതൊക്കെ കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് ഒക്കെ കൂടി ചെയ്ത് അത് കണ്ടിങ്ങനെ നിർവൃതി അടയാന്നുള്ളത് കുറച്ച് നല്ല അടിപൊളി പരിപാടിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി നമ്മൾ വാൾപേപ്പർ വാങ്ങി കൊണ്ടുവച്ചിട്ട് അപ്പം ഞാനിത് കൊലായിലേക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത് കഴിഞ്ഞിട്ട സംഗതി. പക്ഷേ ഏട്ടന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കൊലായിൽ എന്തായാലും ഒട്ടിക്കേണ്ട, വേറെ എവിടെയെങ്കിലും ഒട്ടിച്ചോന്നും പറഞ്ഞിട്ട് വാതുക്കൽ ആ ഒരു കയറി വരുന്ന ആ ഒരു ഭാഗത്ത് ഒട്ടിക്കേണ്ട എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ എന്ത് അമ്മി കുമ്മായം മറിച്ചാലും അങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാത്ത ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു അഭിപ്രായത്തിനോട് മാനിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആ പാറ്റേൺ ഇഷ്ടമല്ല, വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഇനി ഒട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട്. ഒന്നത് ആ കളറായിട്ടായിരിക്കും, ഒരു വല്ലാണ്ടൊരു ഓറഞ്ച് അടിക്കുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കുന്ന സമയത്താണ് ഈ ഒരു ചുമര് നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടത്. അപ്പം പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് ഒട്ടിക്കുക. ഡൈനിങ് ടേബിൾ ഇട്ടതിൻ്റെ ആ ഒരു ബ്രേക്കറൊക്കെ വെച്ച ആ ഒരു ചെറിയൊരു ചുമരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ അങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും തീരുമാനം എടുത്ത് ഇനി നമുക്ക് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒതുക്കാം. അപ്പോൾ ആ പരിപാടി അവിടെ നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാൾപേപ്പർ ഒട്ടിക്കണത് പിന്നെ നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത് ജസ്റ്റ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ നടക്കണതിനെ കൊണ്ട് ഞാൻ ഈ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ വാൾപേപ്പറൊക്കെ വാങ്ങൽ. അപ്പോൾ ഈ വാൾപേപ്പർ ഒട്ടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിചാരിച്ച് കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തത് എല്ലാവർക്കും വിചാരിച്ചാൽ ഒട്ടിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ കുറച്ചൊരു ക്ഷമ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ എന്താ പറയുക, അതിൽ കുത്തിയ പഴം പോലെയാവും. ഇത് ഒട്ടിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ബബിൾസ് ഒന്നും വരാണ്ട് ജസ്റ്റ് നല്ല രീതിയിൽ അങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഒറ്റയടിക്ക് ഒട്ടിച്ച് തീർക്കണം എന്നൊന്നും വിചാരിച്ച് കയറരുത്. കുറച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒട്ടിച്ച് പോന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. കുറച്ചൊരു ക്ഷമ, ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ പരിപാടി അവിടെ നടക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് 1 മുതൽ തുടങ്ങേണ്ട അവസ്ഥയിലാണുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ആ ലൈഫ് എന്താ പറയുക, ഒരു ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇങ്ങനെ പോണ ഒരു ലൈഫ് വേണ്ടിയിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കുറേ ദിവസം, നമ്മൾ 16 ദിവസം നമ്മളിപ്പോൾ തറവാട്ടിലേനി, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇടക്കും തലക്കൊക്കെ ഇവിടെ വരും, ഒന്ന് അടിച്ചു വരിയിട്ട് പോകുന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പെരുമാറുന്നില്ലല്ലോ. വീട്ടിലിങ്ങനെ പെരുമാറാണ്ടാവുമ്പം തന്നെ 1-2 ദിവസം തന്നെ നമ്മൾ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ തന്നെ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായിരിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ 16 ദിവസമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ സമയത്ത് ഒരെത്തും പിടി കിട്ടാത്തൊരവസ്ഥയിൽ കേട്ടോ കാര്യം പറഞ്ഞാൽ. പിന്നെ എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാക്കിൽ അങ്ങോട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ട്രാക്കിലേക്ക് എത്തിക്കിട്ടുക എന്നുള്ളത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ മടിച്ചിൻ്റെ അങ്ങേ അറ്റക്കിലുള്ള കുഴിമടിച്ച് ആയതുകൊണ്ടും
അവിടെ നിന്ന് ഇങ്ങോട്ട് കര കയറാൻ കുറച്ച് പാടുള്ള ആളായതുകൊണ്ടും ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ കുത്തിരിക്കാനാണ് എനിക്കിഷ്ടം ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇപ്പോൾ എന്ത് ലക്ഷ്യമാണെന്നുണ്ടെങ്കിലും എന്ത് സ്വപ്നങ്ങൾ കണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആ ഒരു ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ കംഫർട്ട് സോണിൽ നല്ല സുഖസുന്ദരമായിട്ട് കുത്തിരുന്ന് കഴിഞ്ഞാൽ ഐസും കട്ടൊക്കെ പെയിൻ്റ് അടിച്ച പോലത്തെ അവസ്ഥയിലായിപ്പോവില്ലേ. നമ്മളിങ്ങനെ പെയിൻ്റ് അടിക്കാതെ ഉണ്ടാവുക, ഐസും കട്ടൊക്കെ പെയിൻ്റ് അടിച്ചാലുള്ള അവസ്ഥ ഇനിയിപ്പോൾ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇന്നെ തന്നെ ഒന്ന് എന്താ പറയുക ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്മാതിരി കിരിപ്പിത്തിരി പരിപാടികളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സന്തോഷം കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ലൈഫൊക്കെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന സാഹചര്യമാണ്, മൊത്തം ട്രാക്ക് മാറി കിടക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണുള്ളത്. ചില ആൾക്കാർക്ക് ക്ലീനിങ് ആയിരിക്കും കേട്ടോ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷം കിട്ടുക, ആ ഒരു കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കിട്ടും. എനിക്ക് ഇങ്ങനത്തെ കിരിപ്പിത്തിരി പരിപാടികളൊക്കെ ചെയ്തതിൻ്റെ ലാസ്റ്റ് റിസൾട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മഴയും കൂടിയായി, മഴ ആ ഒരു ഉഷാറും കൂടി തന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കില്ല. ഇതാ സാധനങ്ങളും സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടി മെനക്കെടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിലേക്ക് തിരിച്ചു വരാം. നമ്മളെ കംഫർട്ട് സോണിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. നമ്മൾ ആ ഒരു സുഖസുന്ദരമായിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ ഒന്നിനും മെനക്കെടാനും വയ്യ, ഒന്നിനും വയ്യ. നമുക്ക് കുറച്ച് ചെയ്യേണ്ട, കുറച്ച് അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുക്കിങ്, ക്ലീനിങ്, അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല, വേറെ ആരും വന്ന് ചെയ്തു തരാനില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ അക്കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ ഇങ്ങനെ കുത്തിരിക്കുക. ആ ഒരു ദിവസം അങ്ങോട്ട് കടന്ന് കഴിഞ്ഞു പോവും, പിന്നെ അടുത്ത ദിവസവും അതും ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് തള്ളി 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 നീക്കി അങ്ങോട്ട് പോകും. ആർക്കോ വേണ്ടി ജീവിക്കണ പോലെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണോ ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറയില്ല. നമ്മൾ ഒരു റൊട്ടീൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചിട്ടയില്ലാണ്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണോ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു ചിട്ടയൊക്കെ വേണം, ലൈഫിനൊരു അർത്ഥം വേണം, എനിക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം എനിക്ക് നേടിയെടുക്കണം, അങ്ങനെ വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, ഒരു ട്രാക്കൊക്കെ മാറിക്കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ട്രാക്കിലേക്ക് എത്താം, ആ ട്രാക്ക് എത്തിപ്പിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനും ആ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ലൈഫ് മൊത്തം കയ്യിൽ നിന്ന് പോയി കിടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ലൈഫിനെ എങ്ങനെ നമുക്ക് ചിട്ടയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിന് നല്ലൊരു സിസ്റ്റം ഉണ്ടാവണം. ചില ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മളൊരു പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞാൽ കുറേ ആൾക്കാർ എഴുതുന്നതായിരിക്കും. ഒരു സിസ്റ്റം ഇല്ല, എൻ്റെ ജീവിതത്തിനൊരു സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഇല്ലായ്മയാണ് എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, പാരൻറ്റിങ് അറിയാത്തതാണ് എൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു റൊട്ടീൻ ഇല്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഓരോ ആൾക്കാർക്കും അല്ലേ. നമ്മൾ ആ ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞ് നമ്മൾ ഇതിനൊരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, സമയം കിട്ടണില്ല, അല്ലെങ്കിൽ വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസിൻ്റെ മേലെ എക്സ്ക്യൂസ് പറഞ്ഞ് 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 നടന്നതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ പറഞ്ഞ പോലെ ഐസും കട്ടൊക്കെ പെയിൻ്റ് അടിക്കണ പോലത്തെ അവസ്ഥയല്ലേ അത്. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കാണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാവും, അങ്ങനെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പല പല പ്രശ്നങ്ങൾ പിന്നെയും കയറി വരും അല്ലേ. പല പല എക്സ്ക്യൂസ്, പിന്നെ എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നമ്മളെല്ലാവരും ഭയങ്കര മിടുക്കികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പല പല എക്സ്ക്യൂസ് അന്നേരം കയറി വരും. അന്തം വിട്ട കുന്തം പോലെ ആലോചിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആ നാടകമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം, എല്ലാ നാടകം അങ്ങോട്ട് മാറ്റി വെച്ചോളി. എന്നിട്ട് സമയമില്ല, സാഹചര്യം ഇല്ല, കഴിവില്ല, സഹായിക്കാൻ ആരുമില്ല, സപ്പോർട്ടില്ല, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. ആ നാടകമൊക്കെ അവിടെ നിന്നോട്ടെ. ഇതൊക്കെ നമ്മളെ തന്നെ പറ്റിക്കാൻ വേണ്ടി പറയണ വെറും ഞൊണ്ടിഞ്ഞായ എന്ന് പറയും ഞങ്ങൾ ഈ നാട്ടിലേക്കൊക്കെ കേട്ടോ. അങ്ങനത്തെ ഞൊണ്ടിഞ്ഞായങ്ങൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ നമുക്കും അറിയാം ഇതൊന്നല്ല എനിക്കുള്ള പ്രശ്നം മടിയാണ്, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് ആ പുറത്ത് കിടക്കാനുള്ള ആ ഒരു മടിയാണ് എനിക്കുള്ള പ്രശ്നം എന്നുള്ളത് നമ്മളെല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നാലും നമ്മളിങ്ങനത്തെ ഈ ഞൊണ്ടിഞ്ഞായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ട്, നമ്മളെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഓരോരോ ദിവസങ്ങൾ തള്ളി നീക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ കണ്ടുപിടിച്ച ഒരു വലിയൊരു പ്രശ്നം നമുക്ക് സമയമില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഈ സമയം ഇല്ല എന്നുള്ള സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണതാണ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും എല്ലാവർക്കും 24 മണിക്കൂറേ സമയമുള്ളൂ. ആ സമയം എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ആ ഒരു സമയത്തിൻ്റെ വില മനസ്സിലാക്കി ആ ഒരു സമയത്തിന് വില ഇടാം.
ഈ സമയത്തിന് ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 10 മിനിറ്റിന് ഇത്ര വിലയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മണിക്കൂറിന് ഒരു 500 റുപ്യാണ് 1000 റുപ്യാണ് വില എന്നുണ്ടെങ്കിൽ ആ ഒരു വില ഇട്ടും കൊണ്ട് നമ്മൾ സമയത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ സമയം വേസ്റ്റ് ആക്കില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ സമയം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് അത്ര ഒരു വില നമ്മൾ അതിന് കൊടുക്കണുള്ളൂ. പക്ഷെ ആ ഒരു സമയത്തിനൊരു വില ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വില നമ്മളായിട്ട് നിശ്ചയിച്ച് ആ ഒരു വില ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു പൊള്ളൽ നമുക്ക് ഉണ്ടാവും അല്ലേ. ആ ഒരു സമയത്തിൻ്റെ ആ ഒരു പൈസ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് സമയത്തിനൊരു വാല്യൂ കൊടുക്കുക, നല്ലൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സമയത്തിന് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു അന്തവും കുന്തും നമുക്ക് കിട്ടില്ല അല്ലേ. അതിനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഈ ടൈമിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. നമ്മളെ കയ്യിലുള്ള ഈ 24 മണിക്കൂറിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. ആ ഒരു 24 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ലിസ്റ്റാക്കി ആ ഒരു പ്ലാനിങ്ങോട് കൂടി നല്ലൊരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമുക്ക് നമ്മളെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരിക്കണേന്നുള്ള ആ ഒരു കാര്യം പിന്നെ നമ്മൾ പറയില്ല. ഇനിയിപ്പോൾ കഴിവില്ല എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അതിൻ്റെ ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല. എല്ലാം നമുക്ക് ഒരു ചെറിയൊരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സാഹചര്യം ഇല്ല എന്നുള്ള പറയുന്ന ആൾക്കാരുണ്ടാവും. അതിനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല എന്നുള്ളതാണ് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വേറൊരാളെ വായിലാണ് നമ്മളെ സന്തോഷം എന്ന് വെച്ച് ജീവിക്കരുത്. അപ്പോഴാണ് ഈ സാഹചര്യത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മളെ മനസ്സിലേക്ക് വരാം. വേറൊരാൾ എന്ത് പറയും, അല്ലെങ്കിൽ ഓരെന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ഓരോ വായിൽ നിന്നൊരു സന്തോഷമുള്ള ഒരു വാക്ക് കിട്ടുക, അല്ലെങ്കിൽ ഓരെന്തെങ്കിലും അതിനൊരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, അങ്ങനെ വിചാരിച്ച് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നമ്മളെ തന്നെ റെസ്പെക്റ്റ് കൊടുക്കുക. നമുക്ക് തന്നെ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു സന്തോഷം വേറൊരാളെ വായിലായിരിക്കില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ലൈഫിൽ ജീവിക്കേണ്ടത്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു പുച്ഛും വെറുപ്പൊക്കെ തോന്നി തുടങ്ങും. അഡ്ജസ്റ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, ലൈഫിൽ ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ലൈഫിൽ ജീവിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിന് അവിടെ വലിയൊരു സ്ഥാനമൊന്നും ഉണ്ടാവില്ല. ആ സാഹചര്യം എനിക്കില്ല, അല്ലെങ്കിൽ വേറൊരാളിനെ സപ്പോർട്ട് ചെയ്യണില്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറും എക്സ്ക്യൂസ് മാത്രമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ. പക്ഷേ ഇന്ന് തുടങ്ങുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറ്റിയെടുക്കണം നമ്മൾ ഈ ഒരു കാര്യം. അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈഫിൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ എണീക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹാബിറ്റ് ട്രാക്കർ നമ്മളെ കയ്യിലുണ്ടാവണം. വെറുതെ നമുക്ക് ആ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ വിചാരിച്ച ആ ഒരു ഹാബിറ്റ് ആ ഒരു ശീലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ശീലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നാളെ ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഓരോ ദിവസം നമ്മൾ ആ ഒരു ഹാബിറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും കുറയും. അതുപോലെ തന്നെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താണ് ആ ഒരു ഹാബിറ്റ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാവുകയാണ് എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹാബിറ്റ് ട്രാക്കറും കൂടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് നല്ല ചിട്ടയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിനെ ഫസ്റ്റ് ഇതുപോലെ ഒരു ചിട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുഴിമടിച്ചീൻ്റെ ലോകമടിച്ചായിട്ടുള്ള ഒരാളേന് ഒരു സമയം കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാരണം കണ്ടുപിടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി കാരണം കണ്ടുപിടിക്കുന്ന ഒരാളേനെ കേട്ടോ ഞാൻ. രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ഒരു അടിച്ചുകാരലൊക്കെ അങ്ങോട്ട് ചെയ്ത് ചിലപ്പോൾ അടിച്ചുകാരലൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും. വൈകുന്നേരം ആകും വരെ വീട് ആ ഒരു അലങ്കോലത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു ബോധം ഉണ്ടെങ്കിൽ അടിച്ചു വാരുക, അല്ലെങ്കിൽ അലക്കുക, അല്ലെങ്കിൽ അലക്കാനുള്ളത് നനച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും അതെടുക്കുക. അങ്ങനെ പല കളികളും കളിച്ച് അത്രയും കുഴി മടിച്ചായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായ ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിട്ടു പോകുമ്പോൾ ചില സമയം നമ്മൾ ആ ഒരു സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രയോറിറ്റി മാറുമ്പോഴോ അതിനൊക്കെ നമ്മൾ ആ ഒരു ലൈഫിൽ നമുക്ക് വിട്ടു പോകും. പക്ഷെ പിന്നെയും ആ ഒരു ലൈഫിലേക്ക് എത്തുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേ ഗ്രാഫിൽ പോകുന്ന ഒരു സംഗതിയല്ല. ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു താഴ്ച ഉണ്ടാവും, ഒരു ഉയർച്ച ഉണ്ടാവും, ഒരു താഴ്ച ഉണ്ടാവും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഗതിയാണ് ജീവിതം എന്ന് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ പോലെ നടന്നോളണമെന്നില്ല.
എന്നാലും നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു എഫേർട്ട് എടുത്തും കൊണ്ട് നമ്മളെ ലൈഫ് ആ ഒരു ചിട്ടയോടെ കൊണ്ടുപോകാനുള്ള ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മളെ ലൈഫിൽ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ ലൈഫിനോട് എന്താ പറയുക ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ലൈഫായിരിക്കും നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ നാളെ ഇത് തന്നെയല്ലേ, നാളെ രാവിലെ എണീക്കുക, കഴിക്കുക, ഉണ്ടാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളെ നോക്കുക, ഇത് തന്നെ എൻ്റെ പരിപാടി, അങ്ങനെയുള്ള ആ ഒരു വെറുപ്പുണ്ടാവില്ല. നമ്മൾ ഒന്നാമത് ഈ വീട്ടമ്മമാർക്ക് ഈ ജോലിക്കൊക്കെ പോണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഈ വീട്ടിൽ നിന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ആ ബിസി ലൈഫിലേക്കാണ് പോണത്. വർക്ക് ചെയ്യുക, പിന്നെയും വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അപ്പോൾ അവർക്ക് ഇത് ആലോചിക്കാനുള്ള ടൈം അത്രത്തോളം കിട്ടുന്നില്ല. നമ്മൾ വീട്ടിൽ കുത്തിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കുഴിമടിച്ചാളാവാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോ കയ്യിൽ ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടും. ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ എന്തെങ്കിലുമൊക്കെ ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഫോൺ നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറും. ഒരിക്കലും ഫോൺ നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തരുത്. നമ്മൾ ഫോണിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. നമ്മൾ എന്ത് കാണണം, ഫോണിൽ എന്ത് നമ്മൾ കാണണം, അല്ലെങ്കിൽ അതെനിക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്നൊന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്തൊക്കെ എന്താ പറയുക, ഞാൻ തന്നെ എൻ്റെ മൈൻഡ് തന്നെ ബ്ലാങ്ക് ആയി പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ വേറെ ഒരു അർത്ഥവും ഇല്ലാണ്ട് ഞാൻ ചെയ്ത ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണ സമയങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേരങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണം. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് എന്തെങ്കിലും കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എനിക്കത് എൻ്റെ ലൈഫിൽ പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും എനിക്ക് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു വീഡിയോസ് കാണുക. അല്ലാതെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു കൺട്രോൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈ ഫോണ് വലിയൊരു വില്ലനാവില്ല. അല്ലെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നതും നമ്മളെ മടിക്കുള്ള വലിയൊരു വില്ലനായിട്ടുള്ളൊരു കാരണക്കാരനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പം നല്ലൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കണം നല്ല നല്ല ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു 5-6 ശീലങ്ങൾ, അല്ലെങ്കിൽ വേണ്ട ഒരു 3-4 ശീലങ്ങളെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതൊരു ഹാബിറ്റ് ട്രാക്കർ പോലെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ട്രാക്കറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഷെയർ ചെയ്ത് തരാം. എൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കർ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ എഴുതി വെച്ച് പ്ലാൻ ചെയ്യണതിന് അതിന് വലിയൊരു ശക്തി തന്നെ ഉണ്ട് കേട്ടോ. കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഈ പെന്നും പേപ്പറൊക്കെ എടുത്ത് എഴുതി വെച്ച് ലൈഫ് അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴാണ് ശരിക്കും ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാറ്റം നമ്മളെ ലൈഫിൽ വരുന്നത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും ആ ഒരു കാൽക്കുലേഷനിൽ ജീവിതം കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിലുള്ള നിങ്ങളെ ചിട്ടേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തൊന്ന് പറയണം. നിങ്ങളെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കമൻറ്റ് വായിക്കുന്ന ആൾക്കാർക്കും അതൊരു എന്തായിരിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സംഗതി എങ്ങനെയുണ്ട്, നമ്മൾ വാൾപേപ്പർ കൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടിപൊളിയായില്ലേ സംഗതി? നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.